നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെ കേരളത്തിൽ ലഹരി വിരുദ്ധ പ്രസ്ഥാനം നടപ്പിലാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. ലഹരിവേട്ടയ്ക്കപ്പുറമുള്ള സാമൂഹ്യ ഇടപെടൽ എക്സൈസ് നടത്തുന്നുണ്ട്. ലഹരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന നിലപാടല്ല പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി. താനും മന്ത്രി K കൃഷ്ണൻകുട്ടിയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് ജനതാദൾ S സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ്. കേരളത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കേണ്ടി വരും. പാർട്ടിയുടെ പേരിൽ ജനതയുണ്ടാകും. BJPയുമായി സഹകരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും മാത്യു ടി തോമസ്. പാലക്കാട്ട് ജനതാദൾ നേതൃയോഗം. ഒറ്റപ്പാലത്ത് വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ച് തകർത്ത സംഭവത്തിൽ പ്രതിയായ സഹപാഠിയെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്ന് പരിക്കേറ്റ കുട്ടിയുടെ പിതാവ്. മകന്റെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഫോൺ എടുക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നും രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് സംശയിക്കുന്നതായും പരാതി. തമ്പോല ടീമിന്റെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞ് പ്രതി നിരന്തരം മകനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുട്ടിയുടെ അച്ഛൻ. തൃശൂർ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഓഫീസിൽ കയറി മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പഞ്ചായത്ത് പരിധിയിൽ കോൺഗ്രസ് ഹർത്താൽ. പാലിയേക്കര കോഫി ഷോപ്പ് ആക്രമണ കേസിലെ പ്രതികളുടെ വീട്ടിൽ യുവതിയെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ 2 യുവതികൾ ഉൾപ്പെടെ 5 അംഗ സംഘം പോലീസിന്റെ പിടിയിൽ. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി തൃശൂരിൽ MDMAയുമായി അറസ്റ്റിൽ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തി അവലോകന യോഗം. ചേലക്കര റെസ്റ്റ് ഹൌസിൽ അവലോകന യോഗം ചേർന്നത് MP K രാധാകൃഷ്ണന്റെയും MLA UR പ്രദീപിന്റെയും നേതൃത്വത്തിൽ. പാലക്കാട് ജില്ലയിലെ പ്രഥമ കൂൺ ഗ്രാമമാകാൻ ഒരുങ്ങി തൃത്താല. പദ്ധതിക്ക് മേഴത്തൂരിൽ തുടക്കം. ആത്മസംസ്കരണത്തിന്റെ വ്രതപുണ്യവുമായി റംസാൻ മാസത്തിന് തുടക്കം. മനസ്സും ശരീരവും പാകപ്പെടുത്തി വിശ്വാസികൾ പുണ്യമാസത്തെ വരവേറ്റു. മാസപ്പിറവി കണ്ടതോടെ പള്ളികൾ പ്രാർത്ഥനാ നിർഭരം. അയ്യയ്യോ ആർപ്പുവിളികളോട് ചിനക്കത്തൂർ പൂരത്തിന് ആവേശ കൊടിയേറ്റം. രാത്രിയിൽ കൊടിയേറ്റ ചടങ്ങ് നടന്നത് ആചാര തനിമയോടെ. സമ്പൂർണതയുടെ വള്ളുവനാടൻ പൂരം മാർച്ച് 12. വാർത്തകൾ വിശദമായി. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രസ്ഥാനം നടപ്പാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. ലഹരിവേട്ടയ്ക്ക് അപ്പുറമുള്ള സാമൂഹ്യ ഇടപെടൽ കേരളത്തിൽ എക്സൈസ് നടത്തുന്നുണ്ട്. ലഹരി വിഷയം ഒരു രാഷ്ട്രീയ തർക്കമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപരമായ നിലപാട് സ്വീകരിക്കണമെന്നും മന്ത്രി തൃശൂരിൽ ആവശ്യപ്പെട്ടു. ലഹരി, വയലൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തപരമായ സമീപനം പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കണമെന്നും മന്ത്രി തൃശൂരിൽ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ ദുരാരോപണങ്ങൾ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും ശ്രമിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ തർക്കമാക്കി മാറ്റരുതെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും മന്ത്രി പറഞ്ഞു. അദ്ദേഹം ആവർത്തിച്ച് രാഷ്ട്രീയ ദുരാരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ നിർബന്ധിതമാവുകയാണ്. ഇതിനെ രാഷ്ട്രീയ തർക്കമാക്കി മാറ്റരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ലഹരി മാഫിയയ്ക്ക് ഒരു ലക്ഷ്യം എന്താ? ലഹരിയിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കലാണ്. പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷ്യം എന്താ? ലഹരിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കലാണ്. ചെറിയ വ്യത്യാസമേ രണ്ടും തമ്മിൽ. ലഹരിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നും സിന്തറ്റിക് ഡ്രഗും ഉയർത്തുന്നത് വലിയ വെല്ലുവിളിയാണ്. കുറച്ചു ദിവസങ്ങളായി ചർച്ചയാകുന്നത് കൗമാരക്കാരിൽ വളർന്നുവരുന്ന വയലൻസ് ആണ്. ലഹരിവേട്ടയ്ക്ക് അപ്പുറമുള്ള സാമൂഹ്യ ഇടപെടലാണ് കേരളത്തിൽ എക്സൈസ് നടത്തുന്നതെന്നും അതിവിപുലമായ ക്യാമ്പയിൻ ലഹരിക്കെതിരെ കേരളം ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ യുവജന വിദ്യാർത്ഥി സംഘടനകളെയും കൂട്ടായ്മകളെയും ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രസ്ഥാനം നടപ്പാക്കും. ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് സർക്കാർ ഒരിഞ്ച് പിന്നോട്ട് പോകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലഹരി ഒരു സാമൂഹിക വിപത്താണ്. ആ നിലയിൽ സമൂഹം ഒറ്റക്കെട്ടായിട്ട് അണിനിരന്നാണ് അതിനെ നേരിടേണ്ടത്. അതിന് സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ ക്യാമ്പയിൻ കൂടുതൽ ശക്തമായിട്ട് തുടരും. എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടുള്ള യോജിച്ച ഒരു ക്യാമ്പയിൻ ഇനിയും തുടരും. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും, ഇതിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത വേർതിരിവൊന്നും സർക്കാർ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. കേരളം ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരായിട്ട് അണിനിരക്കേണ്ടത്. സിന്തറ്റിക് ലഹരിയുടെ ഉറവിടം കേരളമല്ല.
ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഹരി എത്തുന്നത്. പ്രധാന തുറമുഖങ്ങൾ വഴിയാണ് വിദേശത്തു നിന്ന് രാജ്യത്തേക്ക് ലഹരി എത്തുന്നത്. ആൻഡമാൻ രാസലഹരിയുടെ പ്രധാന കേന്ദ്രമാണെന്ന് കണ്ടെത്തിയത് കേരള എക്സൈസ് ആണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മയക്കുമരുന്ന് എന്ന വിപത്തിനെ നേരിടാൻ എല്ലാവരും ഈ ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ അവലോകന യോഗം ചേലക്കര ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ നടന്നു. കെ രാധാകൃഷ്ണൻ എംപിയുടെയും UR പ്രദീപ് MLAയുടെയും നേതൃത്വത്തിലായിരുന്നു യോഗം. കൊണ്ടായി കുത്താമ്പുള്ളി പാലത്തിന്റെ സ്ലാബ് വർക്കിനായുള്ള കമ്പികെട്ടൽ പ്രവൃത്തികൾ നടന്നുവരികയാണെന്നും ഏപ്രിൽ മാസത്തോടുകൂടി സ്ലാബ് പണി പൂർത്തീകരിച്ച് മെയ് മാസത്തോടുകൂടി പാലത്തിന്റെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിക്കാൻ കഴിയും എന്നും KRFB എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു. ചേലക്കര ബൈപ്പാസ് നിർമ്മാണം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് റവന്യൂ B വകുപ്പിന്റെ ഉത്തരവും ലഭ്യമായിട്ടുണ്ട്. കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലം പ്രവൃത്തികൾക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ തൃശൂർ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് റവന്യൂ B വകുപ്പിന്റെ ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. ഇതിന്മേലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ KRFB എഞ്ചിനീയർ, കിഫ്ബി, തഹസിൽദാർ എന്നിവരോട് MPയും MLAയും നിർദ്ദേശം നൽകി. പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ചിറ്റണ്ട തലശ്ശേരി റോഡ്, തളി ആറങ്കോട്ടുകര റോഡ്, ചെറുതുരുത്തി പൊന്നാനി റോഡ്, കറുകക്കടവ് റോഡ്, എളനാട് വാണിയമ്പറ റോഡ്, പുത്തിരിത്തറ റോഡ്, മണലാടി വെട്ടിക്കാട്ടിരി റോഡ് എന്നിവയുടെ പരമാവധി പ്രവൃത്തികൾ മഴക്കാലത്തിന് മുന്നേ ചെയ്തു തീർക്കണമെന്ന് MLAയും MPയും ബന്ധപ്പെട്ട റോഡ്സ് വിഭാഗം എഞ്ചിനീയർമാരോട് നിർദ്ദേശിച്ചു. പ്രധാനമായിട്ടും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അവലോകനമാണ് നടത്തിയത്. അങ്ങനെ അവലോകനം നടത്തി കഴിഞ്ഞപ്പോൾ അതിനുശേഷത്തിൽ നമ്മുടെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്ന ഏപ്രിൽ മാസമാകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം നിർമ്മാണം നമ്മുടെ ഈ മണ്ഡലത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ റോഡുകളെയും പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാണ് നടത്തുന്നത്. അതിലൊന്നോ രണ്ടോ റോഡുകൾ വഴി ബാക്കിയുള്ള റോഡുകളുടെയും പണി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നു. അവശേഷിക്കുന്ന റോഡുകളുടെ പണി ഏറ്റവും അവസാനിക്കുന്നതോടുകൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചത്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം പ്രവൃത്തികളും MLA ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ള പ്രവൃത്തികളുടെ പുരോഗതിയും യോഗത്തിൽ അവലോകനം ചെയ്തു. യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ T. ജയ, റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ വിനീത്, ഹരിപ്രസാദ്, കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതീഷ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാൻഡോ സെബാസ്റ്റ്യൻ, പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപ, KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജിത്ത്, KSTP അസിസ്റ്റന്റ് എഞ്ചിനീയർ അമീന, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രജനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. താനും മന്ത്രി K. കൃഷ്ണൻകുട്ടിയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് ജനതാദൾ S സംസ്ഥാന പ്രസിഡന്റ് മാത്യു T. തോമസ്. പാലക്കാട്ട് ജനതാദൾ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കേണ്ടി വരുമെന്നും പാർട്ടിയുടെ പേരിൽ ജനതയുണ്ടാകുമെന്നും മാത്യു T. തോമസ് പറഞ്ഞു. BJPയുമായി സഹകരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി നിലപാട് അംഗീകരിക്കാനാകില്ല. കേരളത്തിലെ പാർട്ടി നിലപാട് എന്തെന്ന പ്രവർത്തകരുടെ ചോദ്യത്തിന് താമസിയാതെ ഉത്തരം കിട്ടും. കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകാതിരിക്കാനാണ് ഈ സ്ഥിതി തുടരുന്നത്. ബ്രൂവറി, സ്വാശ്രയ കോളേജ് വിഷയങ്ങളിലുള്ള നിലപാട് LDFൽ അറിയിച്ചിട്ടുണ്ടെന്നും മാത്യു T. തോമസ് പറഞ്ഞു. നമ്മുടെ രാഷ്ട്രീയം കോൺഗ്രസ് ഇതര BJP വിരുദ്ധ രാഷ്ട്രീയമാണ്. അത് ദേശീയ തലത്തിൽ അംഗീകരിച്ച രാഷ്ട്രീയ നയമാണ്. ആ രാഷ്ട്രീയ നയം സ്വീകരിക്കുവാനുണ്ടായ പലതരത്തിലുള്ള ലോജിക്കാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ കാലഘട്ടത്തിൽ അത്രയും നാടിന് അല്ലെങ്കിൽ രാജ്യത്തിനുണ്ടായ അനുഭവങ്ങൾ, വിവിധ ഭരണകർത്താക്കളുടെ കീഴിലുണ്ടായ അനുഭവങ്ങൾ. ഈ BJP വിരുദ്ധ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ സ്വാഭാവികമായ ഒരു ഇടമാണ് കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. BJP വിരുദ്ധമാണ് മുന്നണി, കോൺഗ്രസ് ഇതരമാണ് മുന്നണി. അതുകൊണ്ട് ജനതാദൾ സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ ഒരു സ്വാഭാവികമായ ഇടം അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഒരു പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. പാലക്കാട്, തൃശൂർ, മലപ്പുറം ഉൾപ്പെട്ട മേഖലാ നേതൃയോഗമാണ് പാലക്കാട്ട് നടന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V. മുരുകദാസ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി K. കൃഷ്ണൻകുട്ടി, ജനറൽ സെക്രട്ടറിമാരായ സാബു ജോർജ്, PP. ദിവാകരൻ, R. മുഹമ്മദ് ഷാ,
ബാലസുബ്രഹ്മണ്യൻ, ജില്ലാ പ്രസിഡന്റുമാരായ CT ജോഫി, KR ഗോപിനാഥ്, സംസ്ഥാന സെക്രട്ടറി T മഹേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്ത് ITI വിദ്യാർത്ഥിയുടെ മൂക്ക് ഇടിച്ചു തകർത്ത സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത സഹപാഠിയായ പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ പിതാവ് ജയചന്ദ്രൻ. തമ്പോല ടീമിന്റെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞ് പ്രതി മകനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പിതാവ് പറഞ്ഞു. സഹപാഠിയുടെ മർദ്ദനമേറ്റ് സ്വകാര്യ ITIയിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഷൊർണൂർ കുളങ്ങരപ്പറമ്പിൽ 20 വയസ്സുള്ള KK സാജൻ ഇപ്പോഴും ചികിത്സയിലാണ്. കോടതിയിൽ ഹാജരാക്കേണ്ട പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചെന്ന് മർദ്ദനമേറ്റ കുട്ടിയുടെ പിതാവ് പറഞ്ഞു. പരിക്കേറ്റ മകന്റെ മൊഴി പോലും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ആദ്യം മുതൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടും ഫോൺ എടുക്കാൻ തയ്യാറാകുന്നില്ല. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിനു പിന്നിലെന്ന് സംശയിക്കുന്നു. CCTV ദൃശ്യങ്ങളിലൂടെ കാര്യങ്ങൾ വ്യക്തമാണ്. ബോധപൂർവമാണ് മകന് നേരെ ആക്രമണം നടന്നത്. മകൻ ആശുപത്രിയിൽ കഴിയുമ്പോൾ പ്രതി മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. തമ്പോല ടീമിന്റെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞ് നിരന്തരം പ്രതി മകനെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. SIനെ വിളിച്ചിട്ട് SI ഫോൺ എടുക്കുന്നില്ല. എൻ്റെ അടുത്ത് 170 BNS സെക്ഷൻ 117 ക്ലോസ് 2 പ്രകാരമാണ് 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് പ്രകാരമുള്ള ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷെ സ്റ്റേഷനിൽ ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഇപ്പൊ കിട്ടിയ അറിവ്. അത് മാത്രമല്ല, സങ്കടകരമായ ഒരു അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോന്റെ മൊഴി പോലും ഇതുവരെ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്റെ മോന്റെ മൊഴി രേഖപ്പെടുത്തി യഥാർത്ഥ വസ്തുതകൾ പോലീസ് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ പ്രതിനെ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. പോലീസിന് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. പോലീസ് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ട വകുപ്പാണ്. പക്ഷെ പോലീസ് തന്നെ വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ സ്വാധീനമാവാനാണ് സാധ്യത. രാഷ്ട്രീയ ഉന്നതന്മാരുടെ സ്വാധീനമാവാനാണ് സാധ്യത. മോൻ ഇപ്പോഴും രാത്രി മുഴുവനും കടുത്ത പനിയായിരുന്നു മോനെ. ഡോക്ടർ ഇപ്പോൾ ഒബ്സർവേഷന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുൻപിൽ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് വിവരം അറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലയിലെ ഏക കൂൺ ഗ്രാമമാകാൻ തൃത്താല ഒരുങ്ങി. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മേഴത്തൂരിൽ മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. കൂൺ കൃഷി സുസ്ഥിര തൃത്താലയ്ക്ക് ഊർജം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ഹോർട്ടിക്കൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം സുസ്ഥിര തൃത്താല പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് പാലക്കാട് ജില്ലയിലെ ഏക കൂൺ ഗ്രാമം പദ്ധതി തൃത്താലയിൽ നടപ്പാക്കുന്നത്. മേഴത്തൂരിൽ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. വലിയ വരുമാന സാധ്യതയുള്ള കൂൺ കൃഷി സുസ്ഥിര തൃത്താല പദ്ധതിക്ക് ഊർജം നൽകുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു. കാർഷിക രംഗത്തെ സുസ്ഥിര തൃത്താലയുടെ മുന്നേറ്റം സാധ്യമാക്കാൻ കൂൺ ഗ്രാമം പദ്ധതിക്ക് കഴിയും. ജനങ്ങളെയാകെ കൃഷിയിലേക്ക് നയിക്കാനും സുസ്ഥിര തൃത്താല വഴിയൊരുക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി നമ്മൾ തൃത്താല മണ്ഡലത്തിൽ കൂട്ടായി നടത്തിയ കാർഷിക മേഖലയിലെ ഇടപെടലുകളാണ്. കാർഷിക രംഗത്ത്, തൃത്താലയിലെ കാർഷിക രംഗത്ത് ഒരു വലിയ മാറ്റം നമുക്ക് സുസ്ഥിര തൃത്താലയിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 556 ഹെക്ടർ സ്ഥലത്ത് നമ്മളിവിടെ നെൽകൃഷി ആരംഭിച്ചു. 667 ടൺ നെല്ല് ഉൽപ്പാദിപ്പിച്ചു. 24 ടൺ പച്ചക്കറി സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി ഉൽപ്പാദിപ്പിച്ചു എന്ന് മാത്രമല്ല, ഹോർട്ടികോപ്പ് വഴി സംഭരിച്ചു. കൂൺ കൃഷി പദ്ധതി ആരംഭിക്കുന്നതിനായി വിവിധ ഘടകങ്ങൾക്ക് 30.25 ലക്ഷം രൂപയാണ് കൃഷിവകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. കൂൺ കൃഷിയുടെ ഭാഗമായി ചെറുകിട കൂൺ വിത്ത് ഉൽപ്പാദന യൂണിറ്റുകൾ ആരംഭിക്കും. 300 കൂൺ ബെഡുകൾ അടങ്ങിയ 2 ലാർജ് സ്കെയിൽ കൂൺ ഉൽപ്പാദന യൂണിറ്റുകളും 100 യൂണിറ്റ് ചെറുകിട കൂൺ ഉൽപ്പാദന യൂണിറ്റുകളുമാണ് ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 56 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലുള്ള 2 പാക്ക് ഹൗസുകൾ, കൂണിൻ്റെ മൂല്യവർദ്ധിത യൂണിറ്റുകൾ, 10 കമ്പോസ്റ്റ് യൂണിറ്റുകൾ എന്നിവ ആരംഭിക്കും. കൂടാതെ കൂൺ കൃഷി രീതികളെ സംബന്ധിച്ച് കർഷകർക്ക് വിവിധ തലത്തിലുള്ള പരിശീലന പരിപാടിയും ഇതിന്റെ ഭാഗമായി നടക്കും. മേഴത്തൂർ ലാമോസ് അഗ്രി ഫുഡ്സ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ അധ്യക്ഷയായി. നാഗശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് CV ബാലേന്ദ്രൻ, KP ശ്രീനിവാസൻ, കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോർജ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ P സിന്ധുദേവി, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡൈസി തോമസിനെ പഞ്ചായത്ത് ഓഫീസിൽ കയറി ആക്രമിച്ചു.
മടത്തുംപടി സ്വദേശി ജോസ് ആക്രമിച്ചെന്നാണ് ഡെയ്സി തോമസിന്റെ പരാതി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ ഡെയ്സി തോമസിനെ മാളയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പൊയ്യ പഞ്ചായത്തിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഹർത്താൽ. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പ്രസിഡന്റിനെ ജോസ് ആക്രമിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പ്രതിക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പാലിയേക്കരയിലെ കോഫി ഷോപ്പിൽ യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീട്ടിൽ യുവതിയെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. മനക്കൊടി സ്വദേശിയായ യുവതിയെയാണ് മർദ്ദനമേറ്റ അവശ്യ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 2 യുവതികൾ ഉൾപ്പെടെ 5-അംഗ സംഘത്തെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂർ നായരങ്ങാടി സ്വദേശി 43 വയസ്സുള്ള ഗോപു എന്ന ഗോപകുമാർ, കോഴിക്കോട് മേലൂർ സ്വദേശി 30 വയസ്സുള്ള അഭിനാഷ് പി ശങ്കർ, അളഗപ്പ നഗർ സ്വദേശി 27 വയസ്സുള്ള ജിതിൻ ജോഷി, കോഴിക്കോട് മേലൂർ സ്വദേശി 30 വയസ്സുള്ള ആതിര, തിരുവനന്തപുരം വെള്ളറട സ്വദേശി 30 വയസ്സുള്ള അഞ്ജു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ ഉപയോഗിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ കോഫി ഷോപ്പിൽ ടോക്കൺ എടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ബംഗാൾ സ്വദേശിയെ ഗോപകുമാർ, അഭിനാഷ്, ജിതിൻ എന്നിവർ ചേർന്ന് ആക്രമിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. പ്രതികൾ കോഫി ഷോപ്പിലെ ജീവനക്കാരനായ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി 21 വയസ്സുള്ള അബ്ദുളിനെ ആക്രമിക്കുകയും കല്ലുകൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഈ സംഭവത്തിൽ പ്രതികളുടെ പേരിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരുന്നു. പ്രതികളെ തിരഞ്ഞ് കല്ലൂർ നായരങ്ങാടിയിലെ ഗോപകുമാറിന്റെ വീട്ടിലെത്തിയ പോലീസ് പരിക്കേറ്റ നിലയിൽ യുവതിയെ കണ്ടെത്തുകയായിരുന്നു. യുവതിയുടെ സുഹൃത്ത് അഖിലും ഗോപകുമാറും ചേർന്ന് നടത്തുന്ന സ്പായുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയത്. സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയെ തൃശൂർ പടിഞ്ഞാറേക്കോട്ട അരണാട്ടുകര റോഡിൽ വെച്ച് കാറിടിച്ച് വീഴ്ത്തിയ ശേഷം ബലം പ്രയോഗിച്ച് ഗോപകുമാറിന്റെ വീട്ടിലെത്തിച്ച് ദേഹോപദ്രവമേൽപ്പിക്കുകയും ആഭരണങ്ങൾ അഴിച്ചെടുക്കുകയുമായിരുന്നു. യുവതിയുടെ 2.5 പവൻ വരുന്ന സ്വർണമാലയും 1.5 പവന്റെ വളയും നഷ്ടപ്പെട്ടതായും മൊബൈൽ ഫോൺ പ്രതികൾ അടിച്ചു തകർത്തതായും പോലീസ് പറയുന്നു. ഗോപകുമാർ പുതുക്കാട് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ്. ജിതിന്റെ പേരിൽ പുതുക്കാട് സ്റ്റേഷൻ പരിധിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിനും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനും 2 കേസുകളുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി MDMA-യുമായി പിടിയിൽ. ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി നിജിലാണ് തൃശൂരിൽ പിടിയിലായത്. 50 ഗ്രാം MDMA-യുമായി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഈസ്റ്റ് പോലീസിന്റെയും ഡാൻസ് ഓഫ് ടീമിന്റെയും നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ചാവക്കാട് സ്വദേശി ഫാസിൽ എന്ന യുവാവും പ്രതിക്കൊപ്പം ഉണ്ടായിരുന്നു. മണ്ണൂർ നഗരിപ്പുറം തരവത്തുപടി ഗ്രാമീണ റോഡിൽ അഴുക്കുചാൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതോടെ മഴക്കാലത്തെ റോഡിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ മഴക്കാലത്ത് മുട്ടോളം വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം യാത്രക്കാർക്കും പരിസരവാസികൾക്കും ഏറെ പ്രയാസമായിരുന്നു. വിദ്യാർത്ഥികളടക്കമുള്ളവർ ദുരിതം പേറിയായിരുന്നു യാത്ര. പ്രദേശത്തെ നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് നടപടി. ഇക്കാര്യം സൂചിപ്പിച്ച് നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റിനെ സന്ദർശിച്ചിരുന്നു. 200-ലേറെ കുടുംബാംഗങ്ങളുടെ ഏക ആശ്രയമായിരുന്നു റോഡ്. അഴുക്കുചാൽ വന്നതോടെ പ്രദേശനിവാസികളും ഏറെ സന്തോഷത്തിലാണ്. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അബ്ദുൽ മുത്തലവി, വാർഡ് അംഗം AA ഷിഹാബ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നിലവിൽ പാർട്ടിയുമായും ആലോചിച്ചുകൊണ്ട് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് 10 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഈ പദ്ധതി നടത്തി കൊടുക്കാം എന്നവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും കൃത്യമായി വന്ന് ഇടപെട്ടുകൊണ്ട് 10 ലക്ഷം രൂപ ഇതിലേക്ക് അനുവദിച്ചു തന്നു. അപ്പോൾ അതിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ നല്ല നിലയിൽ നടന്നു വരികയാണ്. എന്തായാലും ഈ പ്രവൃത്തി നടക്കുന്നതോടുകൂടി ഈ റോഡിന്റെ വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരമാകുമെന്ന് തന്നെയാണ് ഭരണസമിതിയുടെ വിശ്വാസം. എന്തായാലും ഈ പ്രവർത്തനങ്ങൾക്ക് ഇവിടുത്തെ ആളുകളെല്ലാവരും തന്നെ നല്ല രീതിയിൽ പഞ്ചായത്തിനോടും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിനോടും നല്ല രീതിയിലുള്ള സഹകരണം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊണ്ടാഴി പാടശേഖരത്തിൽ പന്നിപ്പടക്കം പൊട്ടി പശുക്കിടാവിന്റെ തലയ്ക്ക് ഗുരുതര പരിക്ക്. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് മേയാൻ വിട്ട പശുക്കിടാവ് പന്നിപ്പടക്കത്തിൽ കടിക്കുകയായിരുന്നു. രാവിലെ 9 മണിയോടെയാണ് സംഭവം. പാടവരമ്പത്ത് പുല്ല് തിന്നുന്നതിനിടെ പശുക്കിടാവ് പന്നിപ്പടക്കത്തിൽ കടിക്കുകയായിരുന്നു. ഉടൻ ഉഗ്രസ്ഫോടനമുണ്ടായി. അപകടത്തിൽ പശുക്കിടാവിന്റെ വായു തകർന്നു. സൗത്ത് കൊണ്ടാഴി കിളിനിക്കടവ് സ്വദേശി സേതുമാധവന്റെ പശുക്കിടാവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. മേഖലയിൽ പന്നിപ്പടക്കം ഉപയോഗിച്ച്
പന്നികളെ പിടിക്കുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്താണെന്ന് കരുതി തട്ടിയതോടെ പന്നിപ്പടക്കം പൊട്ടി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത്. തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിൽപ്പെട്ട 5 മൃഗവേട്ടക്കാരെ പിടികൂടിയിരുന്നു. എന്നിട്ടും മേഖലയിൽ പന്നിപ്പടക്കം പൊട്ടിയുള്ള അപകടങ്ങൾക്ക് അറുതി വരാത്തതിൽ നാട്ടുകാർ ആശങ്കയിലാണ്. ഇത്തരമൊരു മിണ്ടാപ്രാണിയായ പശുക്കുട്ടിയാണ്. ആ പശുക്കുട്ടി പന്നിപ്പടക്കം പൊട്ടിയുണ്ടായ അപകടത്ത് വലിയ ഗുരുതരമായ പരിക്കായിട്ടുണ്ട്. ഇത്തരം ക്രിമിനൽ സംഘത്തെ നിലയ്ക്ക് നിർത്തണം. അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ കൊയ്ത്തു കഴിഞ്ഞ പാടത്തൊക്കെ ഇത്തരം പന്നിപ്പടക്കം വെച്ച് അപകടം ഉണ്ടായാൽ ഇപ്പോൾ പശുക്കുട്ടിക്ക് അപകടം ഉണ്ടായി. കുട്ടികളെ കളിക്ക് പാടത്തേക്ക് ഇറങ്ങി, കുട്ടികളുടെ പ്രായമാണല്ലോ. അപ്പോൾ ഇത്തരം പാടത്തേക്ക് ഇറങ്ങി കുട്ടികൾക്ക് അപകടം സംഭവിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കും. അതൊരു വലിയ ഭീതിജനകമായൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഇത്തരം പ്രതികളെ, ക്രിമിനൽ സംഘങ്ങളെ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ സംവിധാനം സ്വീകരിക്കേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. റെയിൽവേയുടെ യശസ് ഉയർത്തിയ കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ് വന്ദേ ഭാരത് എന്ന് BMS സംസ്ഥാന സമിതി അംഗം രവീന്ദ്രനാഥ് പാലക്കാട്ട് DRKS ഡിവിഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒഴിഞ്ഞുകിടക്കുന്ന റെയിൽവേ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നും രവീന്ദ്രനാഥ് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ നവീകരണ പദ്ധതികൾ ഏവരും അംഗീകരിക്കുന്നുണ്ട്. വന്ദേ ഭാരത് പോലുള്ള പദ്ധതികൾ സമീപകാലത്ത് വലിയ മാറ്റം സൃഷ്ടിക്കും. സമരത്തിനു വേണ്ടിയുള്ള സമരമെന്നത് BMS നയമല്ല. KSRTCയിൽ മാസം ശമ്പളവും പെൻഷനും നൽകാൻ കഴിയാത്തവരാണ് ഇന്ത്യൻ റെയിൽവേക്കെതിരെ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്നും രവീന്ദ്രനാഥ് ചൂണ്ടിക്കാട്ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന നാളുകൾ തീർച്ചയായിട്ടും DRKSന്റെ നാളുകൾ തന്നെയാണ്. അതിലാകെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പ്രവർത്തകര് കുറെ കൂടി സജീവമായിട്ട് നിരന്തരമായിട്ട് എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുക എന്നുള്ളത്. ഒരു കാലഘട്ടത്തിൽ മധുവേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു, പൊള്ളാച്ചി സ്റ്റേഷനിൽ ബൂത്തിലിരിക്കാൻ നമുക്ക് ആളില്ലായിരുന്നു. ഇപ്പാണോ അല്ല കേട്ടോ, ഇതിന് മുൻപത്തെ റഫറണ്ടം നടന്നിരുന്നു. ഇത്തവണ അതല്ല അവസ്ഥ. ഇത്തവണ നമുക്ക് മിക്കവാറും എല്ലാ ബൂത്തുകളിലും ഇരിക്കാൻ നമുക്ക് ആളുകളുണ്ടായിരുന്നു. സജീവമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് ആളുകളുണ്ടായിരുന്നു. ബൂത്തിലിരിക്കാൻ ആളില്ലെന്നുള്ളൊരവസ്ഥയൊന്നും നമുക്കുണ്ടായിരുന്നില്ല. DRKS ഡിവിഷൻ പ്രസിഡന്റ് തുളസീദാസ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി ബാലകൃഷ്ണൻ, A. രാജേഷ്, സുനിൽ, മധുസൂദനൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാനത്തോളം പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന സംഗമം സമാപിച്ചു. സമാപന സമ്മേളനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ K. പ്രേംകുമാർ MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയാണ് മാനത്തോളം. പദ്ധതിയുടെ ഭാഗമായാണ് നിയോജക മണ്ഡലത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ദ്വിദിന സംഗമം സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. എന്ത് ചെയ്യാനാവണം എന്നതിനെ കുറിച്ചുള്ള ആശങ്കയും അതുപോലെ അതിനുള്ള ഉത്തരവും കണ്ടെത്താനാണ് ഇത്തരമൊരു പരിപാടിയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ എല്ലാ MLAമാരും അതാത് നിയോജക മണ്ഡലത്തിനകത്ത് ഈ ഒരു പ്രവർത്തനം ഇതുപോലെ ഏറ്റെടുത്ത് നടപ്പിലാക്കിയാൽ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് അത് വലിയ തോതിലുള്ളൊരു എനർജി ആയിരിക്കും ഉണ്ടാക്കിത്തരിക. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ K. പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി, വൈസ് ചെയർമാൻ K. രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. അബ്ദുൽ നാസർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ K. ശ്രീധരൻ, പ്രീത മോഹൻദാസ്, മാനത്തോളം പദ്ധതി കൺവീനർ KP കേലു, SSK ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ K. പ്രഭാകരൻ, വെങ്കിട അയ്യർ, സ്വയംപ്രഭ എന്നിവർ സംസാരിച്ചു. M. ഹർഷ, ഡോക്ടർ PT ബാബുരാജ്, ഡോക്ടർ AK അബ്ദുൽ ഹക്കീം, അഡ്വക്കേറ്റ് MV ജയഡാളി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കളെ നേരിൽ കേട്ട് കുട്ടികൾക്ക് കൂടുതൽ മികച്ച വിദ്യാഭ്യാസത്തിനും പുനരധിവാസത്തിനും ഏതെല്ലാം രീതിയിലുള്ള ഇടപെടലുകൾ നടത്താനാകും എന്ന് പരിശോധിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. മണ്ഡലത്തിലെ വിവിധ പൊതുവിദ്യാലയങ്ങളിലും സ്പെഷ്യൽ സ്കൂളുകളിലും പഠിക്കുന്ന 300ഓളം ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം ട്രാഫിക് യൂണിറ്റ് കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന LSQ പോലീസ് ക്വാർട്ടേഴ്സുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു.
ചടങ്ങിൽ കെ പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി വർഗീയമായ സംഘർഷങ്ങളും കലാപങ്ങളും ഇല്ലാത്ത നാടാക്കി നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതാണ് പോലീസിൻ്റെ സേവനം എന്ന് പറയുന്നത്. പോലീസ് സേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, ASP, DYSP ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ജനപ്രതിനിധികൾ നമ്മുടെ ഈ ചടങ്ങിന്റെ ഭാഗമായി ഇവിടെ പങ്കുചേരുന്നുണ്ട്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, അഡീഷണൽ SP PC ഹരിദാസ്, ഒറ്റപ്പാലം SHO അച്യുത് അശോക്, ഷൊർണൂർ DYSP R മനോജ് കുമാർ, ഒറ്റപ്പാലം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് A അജീഷ്, KPOA പ്രസിഡന്റ് C സത്യൻ, KPA സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബ് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഭാരവാഹികൾ ആസൂത്രണം ചെയ്ത പദ്ധതികൾ നടപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. ഞായറാഴ്ച രാവിലെ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബ് ഹാളിലായിരുന്നു വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നത്. പ്രസിഡന്റ് K മധുവിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. K മധു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ K വിനോദ് കുമാർ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ച, മറുപടി എന്നിവ നടന്നു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് വിജയൻ പൂവക്കോട്, NK റാസി സെക്രട്ടറി, മോഹനൻ ചരപ്പറമ്പിൽ ട്രഷറർ തുടങ്ങിയവരെയും PRO KK പരമേശ്വരനെയും യോഗം തെരഞ്ഞെടുത്തു. C രവീന്ദ്രൻ മാസ്റ്റർ മോഡറേറ്ററായിരുന്നു. പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. K മധു, മോഹനൻ ചരപ്പറമ്പിൽ, NK റാസി, ലത്തീഫ്, PK സുമേഷ്, K വിനോദ് കുമാർ, പ്രദീപ്, KP കിരൺ, മുസ്തഫ, വിഷ്ണു, സന്ദീപ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പരിശുദ്ധ റംസാന് തുടക്കം. ഇനിയൊരു മാസക്കാലം മുസ്ലിം വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിന്റെയും സ്വഭാവ ശുദ്ധീകരണത്തിന്റെയും ദിനങ്ങളാണ്. കോട്ടായിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. ശനിയാഴ്ച രാത്രി ആകാശത്ത് ചന്ദ്രക്കല ദൃശ്യമായതോടെ വിശുദ്ധ റംസാന് ഞായറാഴ്ച മുതൽ തുടക്കമായി. ഇനി ഒരു മാസക്കാലം മുസ്ലിം വിശ്വാസികൾക്ക് ആത്മനിയന്ത്രണത്തിൻ്റെയും സ്വഭാവ സംസ്കരണത്തിൻ്റെയും ദിനങ്ങളാണ്. സൃഷ്ടാവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കാനും സമസൃഷ്ടികളായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വർത്തിക്കാനും സ്വയം നിയന്ത്രണവും തൻ്റെ ആവശ്യങ്ങളോടൊപ്പം അവരുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകാനുമാണ് റംസാൻ നോമ്പിൻ്റെ മുഖ്യ ലക്ഷ്യം. സങ്കുചിതവും സ്വാർത്ഥവുമായ ലോകത്തിൽ വിശാലവും തൽപര സേവനത്തിനുമായി സ്വജീവിതം സമർപ്പിക്കാനുള്ള പ്രേരണയാണ് റംസാൻ നോമ്പ് പഠിപ്പിക്കുന്നത്. പകൽ സമയം നോമ്പും രാത്രി സമയങ്ങളിൽ പ്രത്യേക നമസ്കാരവുമായാണ് വിശ്വാസികൾ ഈ ദിനങ്ങൾ ചെലവഴിക്കുക. മുസ്ലിം ഭവനങ്ങളിലും പള്ളികളിലും സാമൂഹ്യ നോമ്പുതുറയും വ്യാപകമായി നടത്തും. കോങ്ങാട് മസ്ജിദുൽ ഹിദായ ഇമാം മുസ്തഫ മൗലവിയുടെ വാക്കുകളിലേക്ക്. റമദാൻ ആത്മസംസ്കരണത്തിൻ്റെ, ആത്മവിശുദ്ധിയുടെ കാലമാണ്. പരസ്പരം സൗഹൃദം പുതുക്കിയും അതുപോലെ തന്നെ ഊഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തും ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ടു പോകേണ്ട കാലമാണ് റമദാൻ എന്ന് പറയുന്നത്. ആ റമദാനിൽ ആ നിലക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. അവർ പരസ്പരം പുതിയ കാലത്ത് വിദ്വേഷത്തിൻ്റെയും അതുപോലെ തന്നെ വൈരത്തിൻ്റെയുമൊക്കെ ഒരു കാലത്ത് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചുമൊക്കെ മുന്നോട്ട് പോകാനാണ് റമദാനിലൂടെ എല്ലാ ആളുകൾക്കും സാധ്യമാകേണ്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അയ്യയ്യോ ആർപ്പുവിളികൾ ഉയർന്നു. ചരിത്രപ്രസിദ്ധമായ ചുനക്കത്തൂർ പൂരത്തിന് ആവേശക്കൊടിയേറ്റം. കഴിഞ്ഞ രാത്രി 11-നാണ് തട്ടകത്തിലെ സ്ഥാനീയരുടെ സാന്നിധ്യം വിളിച്ചു ചോദിച്ച് കൊടിയേറ്റ ചടങ്ങ് ആരംഭിച്ചത്. ആർപ്പുവിളികളുമായി ആവേശത്തോടെ കാത്തുനിന്ന ആയിരങ്ങളുടെ കാതിന് കുളിരായി രാത്രി 11-ന് സ്ഥാനീയരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്ന വിളിച്ചു ചോദ്യം തുടങ്ങി. കോമരത്തിന്റെ ചോദ്യങ്ങളോട് ആദ്യ 2 തവണയും നിഷേധമായിരുന്നു മറുപടി. 3-ാം ഊഴത്തിൽ സമ്മതം ഉത്തരമായതോടെ കൊടിക്കൂറകൾ ഉയർന്നു. ഇതോടെ ചിനക്കത്തൂർ തനിമയുടെ അയ്യയ്യോ ആർപ്പുവിളികൾ എങ്ങുമുയർന്നു.
ഈ ആർപ്പുവിളികൾ തട്ടകങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിലെങ്ങും അലയടിക്കും. 7 ദേശങ്ങൾ ഉൾപ്പെട്ട തട്ടകത്തിൽ ഞായറാഴ്ച പറയെടുപ്പിന് തുടക്കമായി. 10-ന് പൂരത്താലപ്പൊലിയും 11-ന് കുമ്മാട്ടിയും ആഘോഷിക്കും. കുതിരകളിയും തേരും തട്ടിന്മേൽക്കൂത്തും ആനപ്പൂരവും കുടമാറ്റവും മേളവും പഞ്ചവാദ്യവും വഴിപാടുകാളകളും വെടിക്കെട്ടുമുൾപ്പെടെ ഉത്സവത്തിന്റെ സമഗ്ര കാഴ്ചവട്ടമൊരുക്കുന്ന പൂരം മാർച്ച് 12-നാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തയ്യൽ തൊഴിലാളികളുടെ മിനിമം പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ചന്ദ്രിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഏറ്റവും കൂടുതൽ ആവശ്യം വന്നത് പെൻഷന്റെ ബെനിഫിറ്റ് കമ്മിയായി കിട്ടിയ ആ ഒരു സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. 10, 30, 35 കൊല്ലങ്ങളൊക്കെ ക്ഷേമനിധി ആനുകൂല്യം നമ്മൾ അംശാദായം അടച്ച് നമ്മൾക്ക് അതിൻ്റെ അവസാനം പെൻഷൻ അപേക്ഷ കൊടുത്ത് 3 മാസം കാത്തിരിക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന തുക ഏറ്റവും കുറവായ ഒരു സംഖ്യ, പുറത്ത് പറയാൻ പോലും പറ്റാത്ത വളരെ തുച്ഛമായ തുകയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്. സമ്മേളനത്തിൽ പ്രസിഡന്റ് പി കെ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. എൻ ബാബു സ്വാഗതം പറഞ്ഞു. ഏരിയ സെക്രട്ടറി പി അച്യുതൻ പ്രവർത്തന റിപ്പോർട്ടും ഖജാൻജി ടി എസ് ഉദയ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. മിനിമം പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും പ്രസവാനുകൂല്യം 15000 രൂപ ഒറ്റത്തവണയായി വിതരണം ചെയ്യണമെന്നും ഇരട്ട പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നതുമുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ സമ്മേളനം ഉന്നയിച്ചു. കെ എം വിനോദിനി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി ശങ്കരമംഗലത്ത് സ്വാതന്ത്ര്യ സുവർണ ജൂബിലി സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ MT അനുസ്മരണവും പുസ്തക പ്രകാശനവും നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശങ്കരമംഗലം സ്വാതന്ത്ര്യ സുവർണ ജൂബിലി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് ശങ്കരമംഗലത്തെ MT അനുസ്മരണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ നിർവഹിച്ചു. ഇതുപോലെ നിരവധി പരിപാടികളാണ് യുവാക്കളായ സാധാരണഗതിയിൽ വായനശാലകളിലൊക്കെ തന്നെ ഒരു 60 വയസ്സിന് മുകളിലുള്ള കുറച്ച് പ്രവർത്തകരാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. അതിൻ്റെ നേതൃത്വത്തിലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിനൊക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ്. മാത്രമല്ല അവരൊക്കെ തന്നെ കവികളും സാംസ്കാരിക മേഖലയിൽ എഴുതുന്നവരും ഒക്കെ തന്നെ ഉള്ള ആളുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ വായനശാലയുടെ എടുത്തു പറയാവുന്ന ഒരു നേട്ടമാണ്. ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ KC ദീപ അധ്യക്ഷയായി. വാർഡ് കൗൺസിലർ M ശ്രീനിവാസൻ, തടവ് സിനിമാ താരം PP സുബ്രഹ്മണ്യൻ, വായനശാല സെക്രട്ടറി P അജേഷ്, പ്രസിഡന്റ് AP പ്രേംനവാസ്, ലൈബ്രറിയൻ P പ്രവീൺ, P സുബ്രഹ്മണ്യൻ, AP സുരേഷ് എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി കവിയരങ്ങ്, ഹരിതകർമ്മസേന അംഗങ്ങൾക്കും കലാകായിക പ്രതിഭകൾക്കുമുള്ള അനുമോദനം, MT സ്മൃതി പ്രദർശനം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓൾ കേരള ട്രേഡേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ ഏരിയ സമ്മേളനം കുളപ്പുള്ളി ബാങ്ക് ഹാളിലെ ബാൽസൺ നഗറിൽ നടന്നു. ജില്ലാ സെക്രട്ടറി കലാധരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറിമാരും യൂണിറ്റ് സെക്രട്ടറിമാരും പറയേണ്ട വന്നിരിക്കുന്ന പ്രതിനിധികളായി വന്നിരിക്കുന്ന ആളുകൾ വരും. ഈ ഇരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെ വില കൽപ്പിക്കാനുണ്ട്. നിങ്ങൾ ഒരാൾ കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ പിന്നിൽ 10 പേരുണ്ട്. 10-1 പ്രതിനിധികളാണ് ഇപ്പോൾ നമ്മളോട് പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 111 ആളുകൾ. പാലക്കാട് ജില്ലാ കമ്മിറ്റി നേരത്തെ എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരമാണെങ്കിൽ 5-1 പ്രതിനിധികളാണെങ്കിൽ നമ്മൾ 200 ചില ആളുകളോട് പങ്കെടുക്കേണ്ടതുണ്ട്. ആ 111 ആളുകളോട് പങ്കെടുത്തപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം കൊടുത്ത വർഷം ഏത് എന്ന ചോദ്യത്തിന് ഒരാൾ മറുപടി. സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ശ്രീധരൻ റിപ്പോർട്ടും ട്രഷറർ വിലാസിനി വരവ് ചെലവ് കണക്കും സി പുഷ്പ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. 40 വർഷം ഈ മേഖലയിൽ പൂർത്തിയാക്കിയ 4 പേരെ ഷാളണിയിച്ച് ആദരിച്ചു. മുണ്ടായ യൂണിറ്റ് സെക്രട്ടറി പുഷ്പജ, പട്ടാമ്പി യൂണിറ്റ് സെക്രട്ടറി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ച, മറുപടി എന്നിവയും നടന്നു. കേന്ദ്ര സർക്കാർ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഉറപ്പു നൽകിയ ESI സ്കീം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ തുക 1600 രൂപയിൽ നിന്ന് 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും 2018 ശേഷം വിരമിച്ച തയ്യൽ തൊഴിലാളികളുടെ ഇരട്ട പെൻഷൻ
നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കണമെന്നതും ഉൾപ്പെടെ 10 ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറി. മാർച്ച് 8 വരെയാണ് ക്ഷേത്രോത്സവം. 8 വിളക്കുത്സവങ്ങളായാണ് വിപുലമായ ആഘോഷ പരിപാടികൾ. ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വിപുലമായി കൊണ്ടാടിയിരുന്നു. ശനിയാഴ്ചയാണ് ഉത്സവത്തിന് കൊടിയേറിയത്. മാർച്ച് 8 വരെയാണ് ആഘോഷ പരിപാടികൾ. 8-ന് ശനിയാഴ്ച ആറാട്ടോടുകൂടി ക്ഷേത്രോത്സവം സമാപിക്കും. ഉത്സവ ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും കാഴ്ചശീവേലിയും ബ്രഹ്മശ്രീ ചെറുമുക്ക് വല്ലഭൻ അക്കിത്തിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഋഗ്വേദ മുറജപവുമുണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്കായി നിത്യേന രാവിലെ 8 മണി മുതൽ 9:30 വരെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് 12 മുതൽ 2 മണി വരെ പ്രസാദഊട്ടും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 7 മണി മുതൽ 8:30 വരെ രാത്രി ഭക്ഷണവും ഉണ്ടാവും. ഉത്സവബലി ദിവസം രാവിലെ 11 മണി മുതൽ 2 മണി വരെ ഉത്സവക്കഞ്ഞിയും ആറാട്ട് ദിവസം രാവിലെ 10:30 മുതൽ 2 മണി വരെ ആറാട്ട് സദ്യയും നടത്തും. പ്രസാദഊട്ടിനുള്ള അരി, നാളികേരം, പച്ചക്കറി, ശർക്കര മുതലായവ ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഉത്സവ ബലി ദിവസമായ മാർച്ച് 6 ഭഗവത് ദർശനത്തിന് ശ്രേഷ്ഠമാണ്. 8 വിളക്കുത്സവങ്ങളായാണ് ക്ഷേത്രോത്സവ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച നാരായണീയ പാരായണം നടന്നു. ഗണപതിയങ്കാവ് നാരായണീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പാരായണം. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഗണപതിയങ്കാവ് നാരായണ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണ യജ്ഞം നടന്നത്. നേരത്തെ നാരായണീയ സമിതി അംഗം രമണി അന്തർജനം യജ്ഞം ഉദ്ഘാടനം ചെയ്തു. VP മാധവിക്കുട്ടി, K ഇന്ദിര, PT ഗീത, രാജലക്ഷ്മി, അമ്മുകുട്ടി തുടങ്ങിയവരും മറ്റു സമിതി അംഗങ്ങളും യജ്ഞത്തിൽ പങ്കെടുത്തു. C വേണുഗോപാൽ, N മാധവചന്ദ്രൻ, OM അനുജൻ മാരാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി വറോഡ് കണ്ണാച്ചിപ്പറമ്പ് വിശ്വഭാരതി പബ്ലിക് സ്കൂളിന്റെ 20ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ലഫ്റ്റനന്റ് കേണൽ PK പത്മജൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ വലിയ പ്രാസംഗികനല്ല, അതുകൊണ്ട് പ്രസംഗിച്ചിട്ട് ഒരുപാട് നേരം ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്ന് വാക്ക് തരുന്നു. പക്ഷേ എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കണം എന്ന് എൻ്റെ സുഹൃത്ത്, ഞാൻ സൈന്യത്തിൽ മേജറായി സേവനം അനുഷ്ഠിക്കുന്ന കാലം തൊട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യമമായതിനാൽ തീർച്ചയായിട്ടും ഒരു 5-6 മിനിറ്റ് ഞാൻ എടുക്കും. വിരോധമില്ലല്ലോ. ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞാലേ എനിക്കറിയുന്ന വിരോധമില്ലാതെ. സ്കൂൾ മാനേജർ M ബാലൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സുജാത ബാലൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോട്ടായി പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ സ്മിതേഷ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ രാധാമോഹൻ, പാലക്കാട് ഗവൺമെന്റ് മോഡൽ മോയിൻസ് ഗേൾസ് ഹൈസ്കൂളിലെ റിട്ടയർഡ് പ്രധാനാധ്യാപകൻ ജോസ് ഡാനിയൽ, ഗ്രാമപഞ്ചായത്ത് അംഗം V വിനീത, M ഓമന, സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് CK ജോഷി, MPTA പ്രസിഡന്റ് M ജയ്ഷ എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് സിനി സുനിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി C ദിവ്യ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചേലക്കര ശ്രീ ഏമൂർ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം മാർച്ച് 5-ാം തീയതി വിപുലമായ പരിപാടികളോടെ നടക്കും. തോന്നൂക്കര പടിഞ്ഞാറ്റുമുറി ദേശം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പടിഞ്ഞാറ്റുമുറി, കിഴക്കുമുറി വിഭാഗങ്ങളാണ് ഏമൂർ പൂരത്തിന്റെ മുഖ്യ പങ്കാളികൾ. പടിഞ്ഞാറ്റുമുറി, കിഴക്കുമുറി വിഭാഗങ്ങളാണ് ഏമൂർ പൂരത്തിന്റെ മുഖ്യ പങ്കാളികൾ. ഗജവീരന്മാരുടെയും ശ്രേഷ്ഠരായ പഞ്ചവാദ്യ കുലപതികളെയും അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം, ഗാനമേള, തമ്പോലം എന്നിവയും പടിഞ്ഞാറ്റുമുറി പൂരക്കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നു. ദിവസേനയുള്ള ക്ഷേത്ര ആചാര ചടങ്ങുകൾക്കു പുറമെ മാർച്ച് 1-ന് കലാസന്ധ്യ, 3-ാം തീയതി നൃത്താവതരണം,
4-ാം തീയതി ആനച്ചമയ പ്രദർശനവും ഉണ്ടാകും. 5-ാം തീയതി പൂരം ദിവസം 2 മണിക്ക് 3 ഗജവീരന്മാരുടെയും മേജർ സെറ്റ് പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയിൽ തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി ചൊവ്വാക്കാവിൽ നിന്നും പൂരം എഴുന്നള്ളിപ്പ്, വൈകിട്ട് കാവ് കയറ്റം, തുടർന്ന് മേളത്തോടുകൂടിയുള്ള കൂട്ടി എഴുന്നള്ളിപ്പും നടക്കും. തുടർന്ന് 7 മണിക്ക് ഗംഭീര ഗാനമേളയും 11 മണിക്ക് തോന്നൂർക്കര ചൊവ്വാക്കാവിൽ നിന്നും ഏമൂർക്കാവിലേക്ക് തമ്പോലവുമായി ഘോഷയാത്രയും നടക്കും. 6-ാം തീയതി മേളവും 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി ചൊവ്വാക്കാവിൽ നിന്നും പൂരം എഴുന്നള്ളിപ്പ് നടത്തി പുലർച്ചെ 5 മണിക്ക് കാവ് കയറുന്നതോടെയാണ് തോന്നൂർക്കര ശ്രീ ഏമൂർ കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ പ്രസിഡന്റ് PS പ്രകാശ്, സെക്രട്ടറി സജി OS, ജോയിന്റ് സെക്രട്ടറിമാരായ ഷാജു AK, UR ഗോകുൽ, വൈസ് പ്രസിഡന്റ് VP ആനന്ദ്കുമാർ എന്നിവർ അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് ആന തടമ്പ് വെച്ച് ക്ഷേത്രത്തിൽ നിന്ന് വരും. കരിങ്ങോട് ചന്ദ്രേട്ടൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു മേജർ സെറ്റ് പഞ്ചവാദ്യം 2:00 ഞങ്ങൾ ഇവിടുന്ന് ചുവക്കാവിൽ നിന്ന് എഴുന്നള്ളിപ്പോയിട്ട് ഈ പഞ്ചവാദ്യം 3 ആനകളോടുകൂടിയാണ്. 3 ആന എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറക്കാടൻ ഗണപതി എന്ന് പറഞ്ഞ ആനയുടെ മുകളിലാണ് തടമ്പ് വെച്ചുകൊണ്ടാണ് 3 ആനയെ എഴുന്നള്ളിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ആ ക്ഷേത്രത്തിൽ വെച്ചിട്ട് കുടമാറ്റം, മറ്റ് പാണ്ഡ്യമേളത്തോടു കൂടിയുള്ള കാവ് കയറ്റം, അങ്ങനെയാണ് അവിടെ നമ്മൾ നടത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗാനമേള, തിരുവനന്തപുരം നക്ഷത്ര ടീമിൻ്റെ ഗാനമേള, നിരവധി TV-കളിലൊക്കെ ചാനലുകളിൽ, പ്രശസ്ത ചാനലുകളിലൊക്കെ അവരെ കഴിവ് തെളിയിച്ച കലാകാരന്മാരാണ് ആ ഗാനമേളയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റൊലി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ സെമിഫൈനൽ ചിത്രം വ്യക്തമായി കഴിഞ്ഞു. ഇന്ത്യ, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ ടീമുകളാണ് സെമിഫൈനൽ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇതിൽ ആർക്കാണ് കൂടുതൽ ജയസാധ്യത? മാറ്റൊലിയിലേക്ക്. ഇന്ത്യക്കാണ് ചാൻസ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇന്ത്യന് ദുബായിലെ പിച്ചും ഇന്ത്യക്ക് അനുകൂലമാവും. ഇന്ത്യ സെമിയിൽ വരിക. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെ കേരളത്തിൽ ലഹരി വിരുദ്ധ പ്രസ്ഥാനം നടപ്പിലാക്കുമെന്ന് മന്ത്രി MB രാജേഷ്. ലഹരിവേട്ടയ്ക്കപ്പുറമുള്ള സാമൂഹ്യ ഇടപെടൽ എക്സൈസ് നടത്തുന്നുണ്ട്. ലഹരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന നിലപാടല്ല പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി. താനും മന്ത്രി K കൃഷ്ണൻകുട്ടിയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് ജനതാദൾ S സംസ്ഥാന പ്രസിഡന്റ് മാത്യു T തോമസ്. കേരളത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കേണ്ടി വരും. പാർട്ടിയുടെ പേരിൽ ജനതയുണ്ടാകും. BJPയുമായി സഹകരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും മാത്യു T തോമസ്. പാലക്കാട്ട് ജനതാദൾ നേതൃയോഗം. ഒറ്റപ്പാലത്ത് വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ച് തകർത്ത സംഭവത്തിൽ പ്രതിയായ സഹപാഠിയെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്ന് പരിക്കേറ്റ കുട്ടിയുടെ പിതാവ്. മകന്റെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഫോണെടുക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നും രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് സംശയിക്കുന്നതായും പരാതി. തമ്പോല ടീമിന്റെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞ് പ്രതി നിരന്തരം മകനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുട്ടിയുടെ അച്ഛൻ. തൃശൂർ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഓഫീസിൽ കയറി മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പഞ്ചായത്ത് പരിധിയിൽ കോൺഗ്രസ് ഹർത്താൽ. പാലിയേക്കര കോഫി ഷോപ്പ് ആക്രമണ കേസിലെ പ്രതികളുടെ വീട്ടിൽ യുവതിയെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ 2 യുവതികൾ ഉൾപ്പെടെ 5 അംഗ സംഘം പോലീസിന്റെ പിടിയിൽ. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി തൃശൂരിൽ MDMAയുമായി അറസ്റ്റ്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തി അവലോകന യോഗം. ചേലക്കര റെസ്റ്റ് ഹൌസിൽ അവലോകന യോഗം ചേർന്നത് MP K രാധാകൃഷ്ണന്റെയും MLA UR പ്രദീപിന്റെയും നേതൃത്വത്തിൽ. പാലക്കാട് ജില്ലയിലെ പ്രഥമ കൂൺ ഗ്രാമമാകാനൊരുങ്ങി തൃത്താല. പദ്ധതിക്ക് മേഴത്തൂരിൽ തുടക്കം. ആത്മസംസ്കരണത്തിന്റെ വ്രതപുണ്യവുമായി റംസാൻ മാസത്തിന് തുടക്കം. മനസ്സും ശരീരവും പാകപ്പെടുത്തി വിശ്വാസികൾ പുണ്യമാസത്തെ വരവേറ്റു. മാസപ്പിറവി കണ്ടതോടെ പള്ളികൾ പ്രാർത്ഥനാ നിർഭരം. അയ്യയ്യോ ആർപ്പുവിളികളോട് ചിനക്കത്തൂർ പൂരത്തിന് ആവേശ കൊടിയേറ്റം. രാത്രിയിൽ കൊടിയേറ്റ ചടങ്ങ് നടന്നത് ആചാര തനിമയോടെ. സമ്പൂർണതയുടെ വള്ളുവനാടൻ പൂരം മാർച്ച് 12. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.